10,000 കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ മോദാ. ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന പരമാനന്ദമൂർത്തേ, അങ്ങയ്ക്ക് പ്രണാമം. പ്രണാമം പ്രണാമം. ബ്രഹ്മദേവനും സദാശിവനായ സംഹാരമൂർത്തിക്കും ഭൂമിദേവിക്കും പ്രണാമം. നമ്മെ സ്തുതിക്കാൻ ദർശിക്കാൻ ഭവാന്മാർ ഒരുമിച്ചെത്തിയതിൻ്റെ കാരണമറിയിച്ചാലും? എല്ലാത്തിനും കാരണനായ അങ്ങറിയാതെ ഈ മഹാവിശ്വത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ. എങ്കിലും പറയാം. പൗലസ്ത്യപുത്രനായ രാവണന്റെ ദുഷ്പ്രവർത്തികൾ കാരണം 3 ലോകങ്ങളും നാശത്തോടടുക്കുകയാണ്. ഇന്ദ്രനെ ബന്ധിച്ച് അവൻ സ്വർലോകം കൈയടക്കി. ലോകസിദ്ധി കൈവരിച്ച ഋഷിമാരെ പോലും കൊന്നു ഭക്ഷിക്കുന്നു. പ്രപഞ്ചത്തിൽ ധർമ്മമില്ലാതെയായി ഭഗവാനെ. മര്യാദ എന്നത് കേൾക്കാതെയായി. അതേ ബ്രഹ്മദേവ, വരലബ്ധിയിൽ അഹങ്കരിക്കുകയാണ് രാവണൻ. വരദാതാവായ അങ്ങു തന്നെ പറയൂ, എന്താണ് അവന്റെ മോക്ഷമാർഗം? ഈ ദുഷ്ടനിൽ നിന്നും പ്രപഞ്ചത്തിനുള്ള മുക്തിമാർഗം പറയൂ ബ്രഹ്മദേവ. ദേവദാനവ യക്ഷ കിന്നരാദികൾക്കൊന്നും അവനെ വധിക്കാനാവില്ല മഹാത്മൻ. മനുഷ്യനാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകാവൂ എന്നവൻ വരം നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വരമുണ്ടെങ്കിലും കേവലനായ ഒരു മനുഷ്യന് രാവണ നിഗ്രഹം സാധ്യമല്ല പ്രഭു. അതെ, മനുഷ്യജന്മം കൈകൊള്ളുന്ന ഒരു അതിമാനുഷ്യന് മാത്രമേ രാവണ നിഗ്രഹം സാധ്യമാകൂ. അതുകൊണ്ട് അങ്ങു തന്നെ മനുഷ്യജന്മമെടുത്ത് ഭൂമിയിൽ അവതരിച്ച് രാവണ നിഗ്രഹം സാധ്യമാക്കണം എന്നാണ് അപേക്ഷ. തീർച്ചയായും ബ്രഹ്മദേവ. അധർമ്മം തലപൊക്കുമ്പോൾ അതിനെ അമർച്ച ചെയ്ത് ധർമ്മ സംസ്ഥാപനം നടത്തുക നമ്മുടെ കർത്തവ്യമാണ്. നാം അത് അനുഷ്ഠിച്ചിരിക്കും. ആ കർത്തവ്യ നിർവഹണത്തിൽ അങ്ങൊരിക്കലും ഉപേക്ഷ കാണിക്കില്ലെന്നറിയാം. എങ്കിലും അപേക്ഷിക്കുകയാണ്, എത്രയും വേഗം ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തി ഭൂഭാരം ശമിപ്പിക്കാൻ കഴിവുണ്ടാകണം. അതേ ദേവി, നമ്മുടെ അവതാരം ഉടനുണ്ടാകും. നമ്മെ പുത്രനായി ലഭിക്കുന്നതിനു വേണ്ടി കശ്യപ പ്രജാപതി മുമ്പ് തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. മുനിയുടെ ഇംഗിതം നാം അംഗീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇന്ന് ഭാരതഖണ്ഡത്തിലെ അയോധ്യ രാജ്യത്ത് ദശരഥ നാമത്തിൽ ജന്മമെടുത്തിട്ടുണ്ട്. കശ്യപ പത്നിയായ അതിഥി കൗസല്യാദേവിയായും ജനിച്ചിരിക്കുന്നു. രാവണ നിഗ്രഹം എന്ന അവതാര ലക്ഷ്യത്തോടെ നാം അവരുടെ പുത്രനായി ജന്മമെടുക്കും. ആ സമയത്തു തന്നെ ലക്ഷ്മി ദേവി സ്വയംഭൂവായി വന്ന് ജനക മഹാരാജാവിൻ്റെ വളർത്തുമകളായി മിഥിലയിൽ വളരും. ജനകാത്മജയായ ആ യോഗമായ ദേവിയിലൂടെ രാവണ നിഗ്രഹത്തിന് വഴി തെളിയും. ഉചിതമായ സമയത്ത് രാവണനെ നിഗ്രഹിച്ച് നാം ഭൂഭാരം ശമിപ്പിക്കും. ഭൂമിദേവിക്കും സകല ചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ. ദേവി, ദുഃഖം വെടിഞ്ഞാലും ആദിയും അവസാനവും ഇല്ലാത്ത ആ നാരായണൻ രാവണ നിഗ്രഹം നടത്തി പ്രപഞ്ചത്തെ രക്ഷിക്കും. ആ ധർമാനുഷ്ഠാനത്തിൽ ഭഗവാൻ നാരായണനെ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ഭൂമിയിൽ ജനിക്കും. ആത്യന്തികമായി ഭൂഭാരം ഒഴിയും. ശാന്ത മനസ്സോടെ മടങ്ങാം.